ലഹരി സംഘത്തിന്റെ അഴിഞ്ഞാട്ടം ചങ്ങരംകുളത്ത് കോൺഗ്രസ് നേതാവിന് വെട്ടേറ്റു. ഉദിനുപറമ്പിലുണ്ടായ സംഘർഷത്തിലാണ് കോൺഗ്രസ് പ്രാദേശിക നേതാവായ നടുവില വളപ്പിൽ സുബൈറിന് വെട്ടേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നടുവില വളപ്പിൽ സുബൈറിനാണ് വെട്ടേറ്റത്. 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിന്നിൽ ലഹരി സംഘമാണെന്നാണ് സംശയം. സംഘർഷം തടയാനെത്തിയ റാഫി, ലബീബ് എന്നിവർക്കും പരിക്കേറ്റു. സുബൈറിന് തലയ്ക്കാണ് വെട്ടേറ്റത്. ആൾക്കൂട്ടത്തിനിടയിലേക്ക് വാഹനം ഇടിച്ചു കയറ്റിയത് ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിന് വഴിവെച്ചത്. മാരകായുധങ്ങളുമായി എത്തിയ സംഘമാണ് ആക്രമണം നടത്തിയത്. വടിവാൾ ഉപയോഗിച്ച് തലയ്ക്ക് വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നുവെന്ന് സുബൈർ പറയുന്നു. ഉദിനാർപ്പ് ഞാറക്കുന്ന് ബാഗിലേല് പിന്നെ അവിടെ പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞിട്ട് പോയ എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞത് ഒരു മോട്ടോർ സൈക്കിളിനെ 3 മോട്ടോർ ഇടിച്ചു തെറിപ്പിക്കുന്ന ഒരു കാറ് ഇടിച്ചു തെറിപ്പിക്കുന്ന രംഗാണ് കാണാൻ കഴിഞ്ഞത്. ആ രംഗത്ത് ഞാൻ എന്റെ വണ്ടി സൈഡാക്കിയിട്ട് ചോദ്യം ചെയ്തേക്കുമ്പോ ഈ ചോദ്യം ചെയ്യുന്ന ബാക്കിൽ നിൽക്കുന്ന ആള് വടിവാളാണോ വാളാണെന്ന് വ്യക്തമായിട്ട് അറിയില്ല. വാളാണെന്ന് എന്റെ ഒരു വിശ്വാസം. ആ വാള് വെച്ച് എന്നെ വെട്ടുകയും അതിന് എന്റെ ബാക്കിലുണ്ടായിരുന്ന ആള് തടുക്കാൻ നോക്കുമ്പോ അയാള് പിന്നെ ചവിട്ടും, അതുപോലെ തന്നെ നാവിക്ക് ഇടിക്കും, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത്, അതുപോലെ തന്നെ മോട്ടോർ സൈക്കിൾ വരുന്നുള്ള പയ്യൻ താഴെ വീണ് അവർക്ക് പരിക്ക് പറ്റി. ഒരുപാട് തെമ്മാടിത്തരം, ലഹരിയുടെ ശരിക്കുള്ള ഒരു മുഖം എന്താന്നുള്ളതെന്ന് അറിയാൻ കഴിഞ്ഞു. കാറിലെത്തിയ സംഘം 3 ബൈക്കുകൾ ഇടിച്ചു തെറിപ്പിച്ചു. ഇത് ചോദ്യം ചെയ്തതോടെ ആക്രമിക്കുകയായിരുന്നു. മറ്റു 2 പേർക്ക് കഴുത്തിനും പിൻഭാഗത്തുമായാണ് പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സുബൈറിനെ ആക്രമിച്ചത് തടയാനെത്തിയപ്പോഴാണ് ഇവരെ അക്രമി സംഘം മർദ്ദിച്ചത്. അവിടെ എന്താ പ്രശ്നം എന്ന് അറിയാൻ വേണ്ടി പോയതാ. അപ്പോഴാണ് വണ്ടിയായിട്ട് ഞങ്ങളെ വണ്ടി തട്ടി ബൈക്ക് 2-3 ബൈക്ക് തട്ടിട്ട് മറ്റവനെ ഒറ്റനെ കൊല്ലാൻ നോക്കി. അപ്പൊ ഇവിടുത്തെ നമ്മളെ കൂട്ടുകാരനെ അടിക്കുന്നു, വാളായിട്ട് വെട്ടി. ആ വെട്ടി തടഞ്ഞതാണ്. പിന്നെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് ഇതിൽ അടിച്ചു വിട്ട് ഇതാണ് സംഭവം. അവിടെ കസ്റ്റഡിയിലെടുത്ത 3 പേരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. NCV ന്യൂസ് ചങ്ങരംകുളം.